രാമായണ യാത്രയുടെ അവസാന ഭാഗം. 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ധർമ്മത്തിന്റെ മടക്കം, രാമരാജ്യവും സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അർത്ഥവും. നമസ്കാരം. പാലാഴിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കർക്കിടക മാസത്തിലെ നമ്മുടെ രാമായണ യാത്രയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസം കൂടിയാണ്, നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം. അതോടൊപ്പം നാളുകളായി നമ്മൾ ഒരുമിച്ച് സഞ്ചരിച്ച പാലാഴിയിലെ രാമായണ യാത്രയുടെ അവസാന ഭാഗവും. ഇത്രയും ദിവസങ്ങൾ രാമന്റെ ജീവിതത്തിലൂടെ നാം സഞ്ചരിച്ചു. അയോധ്യയിൽ നിന്ന് വനത്തിലേക്ക്, വനത്തിൽ നിന്ന് ലങ്കയിലേക്ക്, വേദനയിൽ നിന്ന് വിജയത്തിലേക്ക്, അവസാനം അയോധ്യയിലേക്ക്. ഇന്നത്തെ കഥയും അതുകൊണ്ട് തന്നെ ഒരു മടക്കത്തിന്റെ കഥയാണ്. എന്നാൽ ഇത് ശ്രീരാമന്റെ മാത്രം മടക്കമല്ല, ധർമ്മത്തിന്റെ മടക്കമാണ്. 14 വർഷത്തെ വനവാസം അവസാനിച്ചു. രാവണവധം പൂർത്തിയായി. സീതാദേവിയെ തിരികെ ലഭിച്ചു. ഇനി ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും അയോധ്യയിലേക്ക് മടങ്ങുകയാണ്, പുഷ്പക വിമാനത്തിൽ. വഴിമധ്യേ ശ്രീരാമൻ സീതാദേവിക്ക് വനവാസത്തിലെ ഓരോ സ്ഥലവും കാണിച്ചു കൊടുത്തു. ചിത്രകൂടം, പഞ്ചവടി, കിഷ്കിന്ധ, രാമസേതു. ഓരോ സ്ഥലത്തിനും ഓരോ കഥയുണ്ടായിരുന്നു. ഓരോ സ്ഥലത്തും ഒരു ഓർമ്മ. സന്തോഷത്തിന്റെ ഓർമ്മ, വേദനയുടെ ഓർമ്മ, ത്യാഗത്തിന്റെ ഓർമ്മ, വിജയത്തിന്റെ ഓർമ്മ. ഒരു മനുഷ്യന്റെ ജീവിതം പോലെയായിരുന്നു ആ യാത്ര. വഴിയിൽ നമ്മൾ നഷ്ടപ്പെടുന്നതുമുണ്ടാകും, പഠിക്കുന്നതുമുണ്ടാകും, ഒടുവിൽ നമ്മളായി തന്നെ തിരികെ എത്തുന്നതുമുണ്ട്. അതേസമയം അയോധ്യയിൽ ഭരതൻ ദിവസങ്ങൾ എണ്ണുകയായിരുന്നു. അദ്ദേഹം രാജാവായി ജീവിച്ചിരുന്നില്ല. ശ്രീരാമന്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് ഒരു സേവകനെ പോലെ രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രം: എന്റെ ജ്യേഷ്ഠൻ തിരികെ വരണം. അവസാനം ഹനുമാൻ അയോധ്യയിലെത്തി. ശ്രീരാമൻ മടങ്ങി വരുന്ന വാർത്ത ഭരതനെ അറിയിച്ചു. ആ വാർത്ത കേട്ട നിമിഷം ഭരതന്റെ കണ്ണുകൾ സന്തോഷാശ്രുക്കളാൽ നിറഞ്ഞു. അത് ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ കാത്തിരുന്ന കഥ മാത്രമായിരുന്നില്ല. അത് അധികാരത്തെക്കാൾ ബന്ധത്തിന് വില കൊടുത്ത ഒരു മനുഷ്യന്റെ കഥയായിരുന്നു. ശ്രീരാമൻ അയോധ്യയിലെത്തി. അയോധ്യ ഉത്സവത്തിലായി. വീടുകൾ അലങ്കരിച്ചു, വീതികളിൽ ദീപങ്ങൾ തെളിഞ്ഞു, പൂക്കൾ വിതറി. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷം നിറഞ്ഞു. 14 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയ്ക്ക് അതിന്റെ രാമനെ തിരികെ ലഭിച്ചു. പിന്നീട് ശ്രീരാമന്റെ പട്ടാഭിഷേകം നടന്നു. വസിഷ്ഠ മഹർഷിയുടെ നേതൃത്വത്തിൽ അഭിഷേക ചടങ്ങുകൾ പൂർത്തിയായി. സീതാദേവി രാജ്ഞിയായി അഭിഷിക്തയായി. ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഹനുമാൻ, സുഗ്രീവൻ, വിഭീഷണൻ എല്ലാവരും ആ മഹത്തായ നിമിഷത്തിന് സാക്ഷികളായി. അങ്ങനെ ആരംഭിച്ചു രാമരാജ്യം. രാമരാജ്യം എന്നത് ഒരു രാജാവിന്റെ പേര് മാത്രമല്ല, ഒരു ഭരണരീതിയുടെ സങ്കല്പമാണ്. നീതി എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന രാജ്യം, ദുർബലന് സംരക്ഷണം ലഭിക്കുന്ന രാജ്യം, ആരും പട്ടിണി കിടക്കാത്ത രാജ്യം, സ്ത്രീകൾക്ക് സുരക്ഷയും ബഹുമാനവും ലഭിക്കുന്ന രാജ്യം, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാകുന്ന രാജ്യം, രാജാവ് സ്വന്തം സുഖത്തിനല്ല ജനങ്ങളുടെ നന്മയ്ക്കായി ജീവിക്കുന്ന രാജ്യം. അതിനാലാണ് രാമരാജ്യം ഇന്നും നല്ല ഭരണത്തിന്റെ ഒരു പ്രതീകമായി നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യവും സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാക്കളെ ഓർക്കുന്ന ദിവസം. അനേകം മനുഷ്യരുടെ ത്യാഗവും പോരാട്ടവും കൊണ്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ചത്. അവർ സ്വപ്നം കണ്ടത് വെറും വിദേശ ഭരണത്തിൽ നിന്നുള്ള മോചനം മാത്രമായിരുന്നില്ല. നീതിയുള്ള ഒരു ഭാരതം, സമത്വമുള്ള ഒരു ഭാരതം, മനുഷ്യത്വമുള്ള ഒരു ഭാരതം, ഓരോ മനുഷ്യനും അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു ഭാരതം. അങ്ങനെ ഒരു ഭാരതമായിരുന്നു അവരുടെ സ്വപ്നം. ഇവിടെ രാമായണവും നമ്മോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്? രാജ്യം സ്വതന്ത്രമായതുപോലെ നമ്മുടെ മനസ്സും സ്വതന്ത്രമാണോ? അഹങ്കാരത്തിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്ന്, അസൂയയിൽ നിന്ന്, അനീതിയിൽ നിന്ന്, സ്വാർത്ഥതയിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാണോ? രാമൻ നമ്മെ പഠിപ്പിച്ചത് അധികാരം ലഭിക്കുന്നത് വലിയ കാര്യമല്ല, അധികാരം കിട്ടിയിട്ടും ധർമ്മം വിട്ടുപോകാതിരിക്കുന്നതാണ് വലിയ കാര്യം. ഭരതൻ നമ്മെ പഠിപ്പിച്ചത് അധികാരത്തേക്കാൾ ഉത്തരവാദിത്വത്തിന് വിലയുണ്ട്. സീതാദേവി നമ്മെ പഠിപ്പിച്ചത് പ്രതിസന്ധികളിലും ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കാം.
ലക്ഷ്മണൻ നമ്മെ പഠിപ്പിച്ചത് സ്നേഹത്തിന് സേവനത്തിന്റെ രൂപവുമുണ്ടെന്ന്. ഹനുമാൻ നമ്മെ പഠിപ്പിച്ചത് ശക്തി സ്വാർത്ഥതയ്ക്കല്ല സേവനത്തിനാണ്. വിഭീഷണൻ നമ്മെ പഠിപ്പിച്ചത് സ്വന്തം ആളുകൾക്കെതിരായാലും സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഈ രാമായണ യാത്രയിലെ ഓരോ കഥാപാത്രവും നമ്മുടെ ജീവിതത്തിനുള്ള ഓരോ പാഠങ്ങളാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം. അതുകൊണ്ട് ഇന്നൊരു ചെറിയ ചിന്ത കൂടി നമുക്ക് പങ്കുവെക്കാം. ഒരു നല്ല രാജ്യം ഉണ്ടാകുന്നത് നല്ല ഭരണാധികാരികളെ കൊണ്ട് മാത്രമല്ല, നല്ല പൗരന്മാരെ കൊണ്ട് കൂടിയാണ്. നമ്മൾ വീട്ടിൽ സത്യസന്ധരായാൽ, നമ്മുടെ ജോലി ആത്മാർത്ഥമായി ചെയ്താൽ, മറ്റുള്ളവരുടെ അവകാശങ്ങളെ ബഹുമാനിച്ചാൽ, സ്ത്രീകളെ ആദരിച്ചാൽ, മുതിർന്നവരെ സംരക്ഷിച്ചാൽ, കുട്ടികൾക്ക് നല്ല മൂല്യങ്ങൾ പകർന്നാൽ, പ്രകൃതിയെ സംരക്ഷിച്ചാൽ, അഴിമതിയെ എതിർത്താൽ, അനീതിക്കെതിരെ ശബ്ദമുയർത്തിയാൽ, അപ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അർത്ഥവത്താകുന്നത്. രാജ്യം മാറണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും മാറണം. ഇത്രയും ദിവസങ്ങളായി നമ്മൾ രാമായണത്തിലൂടെ സഞ്ചരിച്ചു. ഒടുവിൽ നമ്മൾ വീണ്ടും അയോധ്യയിലെത്തി. പക്ഷേ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം രാമായണം ഒരു പുസ്തകത്തിൽ അവസാനിക്കുന്ന കഥയല്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും തുടരുന്ന ഒരു പാഠമാണ്. ഇനി ചോദിക്കേണ്ടത് രാമൻ എവിടെയാണ് എന്നല്ല, എന്റെ ജീവിതത്തിൽ രാമന്റെ ധർമ്മം എവിടെയാണ് എന്നാണ്. എന്റെ വാക്കുകളിൽ സത്യമുണ്ട്, എന്റെ പ്രവൃത്തികളിൽ നീതിയുണ്ട്, എന്റെ ബന്ധങ്ങളിൽ സ്നേഹമുണ്ട്, എന്റെ ഉത്തരവാദിത്തങ്ങളിൽ ആത്മാർത്ഥതയുണ്ട്, മറ്റൊരാളുടെ വേദന കാണുമ്പോൾ എന്റെ മനസ്സ് ഉണരുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ രാമായണ യാത്ര. ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ഒരു ചെറിയ പ്രതിജ്ഞ എടുക്കാം. എന്റെ രാജ്യത്തെ സ്നേഹിക്കും, എന്റെ കടമകൾ ആത്മാർത്ഥമായി നിറവേറ്റും, മറ്റുള്ളവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കും, അനീതിയുടെ മുന്നിൽ മൗനം പാലിക്കില്ല, എന്റെ കുടുംബത്തിൽ സ്നേഹവും സമാധാനവും വളർത്തും, എന്റെ ജീവിതത്തിൽ കഴിയുന്നിടത്തോളം ധർമ്മത്തിന്റെ വഴിയിൽ നടക്കും. കാരണം രാമരാജ്യം ഒരു ഭൂമിശാസ്ത്രപരമായ സ്ഥലം മാത്രമല്ല, അത് ഒരു ഭരണത്തിന്റെ സ്വപ്നം മാത്രവുമല്ല. സത്യം, നീതി, കരുണ, സ്നേഹം, ഉത്തരവാദിത്വം എന്നിവ നിറഞ്ഞ ഒരു ജീവിത രീതിയാണ്. അത് ആദ്യം ആരംഭിക്കേണ്ടത് നമ്മുടെ സ്വന്തം ഹൃദയത്തിലാണ്. പ്രിയപ്പെട്ടവരെ, കർക്കിടക മാസത്തിലെ ഈ രാമായണ യാത്രയിൽ ഇത്രയും ദിവസം പാലാഴിയോടൊപ്പം സഞ്ചരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ സ്നേഹവും പിന്തുണയും പ്രോത്സാഹനവുമാണ് ഓരോ ദിവസവും ഈ യാത്ര തുടരാനുള്ള ശക്തി നൽകിയത്. രാമായണത്തിലെ ഓരോ കഥയും, ഓരോ കഥാപാത്രവും, ഓരോ സന്ദേശവും നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചമായി മാറട്ടെ. ശ്രീരാമന്റെ ധർമ്മം നമ്മുടെ ചിന്തകളിൽ നിറയട്ടെ. സീതാദേവിയുടെ സഹനവും ആത്മശക്തിയും നമ്മുടെ ജീവിതത്തിന് കരുത്താകട്ടെ. ഭരതന്റെ സ്നേഹവും ത്യാഗവും നമ്മുടെ ബന്ധങ്ങളെ വിശുദ്ധമാകട്ടെ. ഹനുമാന്റെ സേവന മനോഭാവം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകട്ടെ. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ ഭാരതം കൂടുതൽ സ്നേഹമുള്ളതും കൂടുതൽ നീതിയുള്ളതും കൂടുതൽ ശക്തവുമായ ഒരു രാഷ്ട്രമാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. നന്ദി, നമസ്കാരം.